കഴിഞ്ഞ 50ലേറെ വർഷങ്ങളായി യോഗാസനത്തിലൂടെ ജീവിതം മാതൃകയാക്കുന്ന ചിറ്റൂർ വിളയോടി സദ്ഗുരു യോഗാശ്രമത്തിലെ ആചാര്യൻ ശ്രീ മണിയാണ് ഗുഡ് മോർണിംഗ് ACVയുടെ ഇന്നത്തെ അതിഥി. ഒരു ശരാശരി യോഗാധ്യാപകൻ പോലും ഈ ജീവിതകലയെ വ്യാപാരമാക്കുമ്പോൾ അതിൽ നിന്ന് മാറി നിന്നാണ് ഇദ്ദേഹം വഴികാട്ടിയാവുന്നത്. സന്യാസശ്രേഷ്ഠ നിത്യചൈതന്യതയുടെ സാക്ഷ്യപ്പെടുത്തലിലൂടെ ശ്രദ്ധേയനായി മാറിയ ഈ യോഗാചാര്യനുമായി കാർത്തികേയൻ നടത്തുന്ന സംഭാഷണത്തിലൂടെ നമുക്ക് ഇന്നത്തെ പ്രഭാതം തുടങ്ങാം. വളരെ കാലങ്ങളായി മണിയേട്ടൻ യോഗാഭ്യാസനം നടത്താൻ തുടങ്ങിയിട്ട്. മണിയേട്ടൻ എങ്ങനെയാണ് യോഗാഭ്യാസത്തിലേക്ക് എത്തുന്നത്? ആര്യമാല നാടകം എന്നൊരു നാട്ടിൽ ഒരു പുരാണ നാടകം, ശിവന്റെ പരമ്പരപ്പെട്ട നാടകം, ആര്യമാല നാടകം. അതിൽ എൻ്റെ അച്ഛൻ എന്നെ പാമ്പാട്ടി കളിക്കാനായിട്ട് ചേർത്തു. കൊച്ചു വയസ്സിൽ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ ആ പാമ്പാട്ടി കളിയിലുള്ള അഭ്യാസം മുഴുവനും യോഗാഭ്യാസമായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനത് ശരീരത്തിനെ കൊണ്ട് ഒരുപാട് അഭ്യാസമുറകളൊക്കെ ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു യോഗാഭ്യാസി തെക്കേരാമ സ്കൂളിൽ വന്നു. ഞങ്ങളുടെ അടുത്ത് ഒരണ അരയണ അതൊക്കെ പണ്ടത്തെ പൈസ തിരിച്ചെടുത്തിട്ട് ഇയാൾ സ്റ്റേജിൽ ഇത് കാണിച്ചു. അപ്പോൾ എൻ്റെ യോഗാസനത്തിൻ്റെ പേര് കേട്ടപ്പോൾ ഞാൻ എൻ്റെ ചങ്ങാതിമാരെടുത്ത് പറഞ്ഞു, ഇയാൾ വെറും നിലത്തല്ലേ ചെയ്തത്, ഞാൻ ടേബിളിന് പോലും ചെയ്ത് കാണിച്ചു തരാമെന്നൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും അതിശയായി. അങ്ങനെ കൊങ്ങമ്പടിക്ക് പോയപ്പോൾ ഒരു തലകഴി നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, 1 രൂപയ്ക്ക്. അത് ഞാൻ ഇപ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ടോ. അച്ഛൻ 1 രൂപ തന്നിട്ട് കൊങ്ങമ്പടിക്ക് പറഞ്ഞയച്ചതാണ്. അപ്പോൾ തലകഴായി നിൽക്കുന്ന ഒരാളുടെ ഫോട്ടോ കണ്ടപ്പോൾ അത് വാങ്ങിച്ചു. അതിൽ ആസനങ്ങളിൽ തറവായി. പിന്നെ ആസനമാണെന്ന് എനിക്കറിയാൻ സാധിച്ചു. പിന്നെ എവിടെയൊക്കെ കിട്ടുമോ ആസന ബുക്കുകൾ കണ്ട് അതിനൊക്കെ വായിക്കും. അതുപോലെ ചെയ്യും, അയ്യക്കാരുടെയൊക്കെ വായിക്കും. യോഗ പരിശീലിക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു ഗുരു വേണമെന്ന് പറയും. മണിയേട്ടനാണെങ്കിൽ ആരും ഇല്ലാതെ തനിയെ ചെയ്താണ്. അപകടമൊന്നും പറ്റിയില്ലേ, ഇത് മറ്റുള്ളവർ ചെയ്യില്ലേ, ഇങ്ങനെ നമ്മൾ പറയുന്നത് കേട്ടാൽ. അങ്ങനെ ഇരുന്ന സമയത്ത് എനിക്കിങ്ങനെ ഈ യോഗാസനത്തിന് ഒരു ബാലകൃഷ്ണൻ നായരുണ്ട്, ഒരു നാവികാരൻ വന്നിരുന്നു. അയാൾ ഒരു ശിവരാത്രിക്ക് എന്നെ ഈ യോഗാസനം ചെയ്യുന്നത് കണ്ടു. മൂപ്പര് അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് പോയി. മൂപ്പര് കൂടി മോനെ എവിടെയാ തുടങ്ങി, എങ്ങനെ തുടങ്ങി? എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ എങ്ങനെ പറയുന്നു, അങ്ങനെ പാടില്ല, ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞു തരാറുണ്ട്. ഉമേഷ് യോഗി, അത് ബാലകൃഷ്ണൻ നായരാണ് ആദ്യത്തെ എൻ്റെ ഇതിൻ്റെ ഡയറക്ഷൻ തന്ന ആൾ, ഗുരുവായിട്ടുള്ള ആൾ. അങ്ങനെയായി കുറച്ചു കാലം പോയി കഴിഞ്ഞ സമയത്താണ് ചോഴിയക്കട ആശ്രമത്തിൽ പോകുന്നു. അവിടെ വെച്ചിട്ട് മാണിക്യമുണ്ട് ഇന്റർനാഷണൽ യോഗ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ബോംബെ സാന്താക്രൂസിൻ്റെ ഒരു മാഷയെ പരിചയപ്പെടുന്നു. അദ്ദേഹം എൻ്റെ യോഗാസനമൊക്കെ കണ്ടപ്പോൾ ട്രെയിനിങ് കഴിച്ചു തരാമെന്ന് പറഞ്ഞ് കടലൂർ പണ്ടൊരു സ്ഥലമുണ്ട്, കടവൂർ ട്രിച്ചിയിൽ, ദണ്ഡിക്കലിൻ്റെ അടുത്തായിട്ട് വരും. ആ ഭാഗത്ത് ഒരു ജർമ്മൻ ലേഡി നടത്തുന്ന ഇന്റർനാഷണൽ യോഗ റിസർച്ച് സെൻ്ററിൻ്റെ ഒരു യോഗ ക്യാമ്പിലേക്ക് എന്നെ ക്ഷണിച്ചു. എന്നെ മാത്രമല്ല, ഒരു ചന്ദ്രമാഷ്, ഒരു ഭാസ്കരൻ നായരുന്നു, ഞങ്ങൾ 3 ആളെ ക്ഷണിച്ചു. അവിടെ എനിക്ക് യോഗേന്ദ്രദാസ് എന്ന് പട്ടം പറഞ്ഞു. കാരണം യോഗ മാസ്റ്റർക്ക് എന്നെപ്പോലെ യോഗം ചെയ്യാൻ പറ്റുന്നില്ല. അയാൾക്കെന്നെ അതിശയമായിട്ട് പിന്നെ പ്രാക്ടിക്കൽ പീരീഡിലൊക്കെ എൻ്റെ അടുത്താണ് പഠിപ്പിക്കാൻ പറഞ്ഞിട്ട് പോകണം. യോഗയിലൂടെ എന്താണ് നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്നത്? ഏത് കർമ്മത്തിൽ ഈടുപെട്ടവനാണെങ്കിലും മനുഷ്യജന്മം ഉണ്ടെങ്കിൽ ജാതി മതങ്ങൾക്കതീതമായി മനുഷ്യ ശരീരമുണ്ടെങ്കിൽ ആ മനസ്സിനും ശരീരത്തിനും ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ ആ കർമ്മം വിജയിക്കൂ എന്നുള്ള പരിപൂർണ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ 38 വർഷം ഷുഗർ ഫാക്ടറി ജോലിയെടുത്തു, ഒരു രോഗമില്ലാതെ. ഇപ്പോഴും രോഗമില്ല, എനിക്കില്ല, എൻ്റെ മക്കൾക്കില്ല, ഭാര്യയ്ക്കില്ല. കാരണം രോഗം വന്നു കഴിഞ്ഞാൽ, മനസ്സിന് ടെൻഷൻ വന്നിട്ടോ അല്ലെങ്കിൽ ശരീരത്തിന് വല്ല അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അവൻ ആ കർമ്മം വിജയിപ്പിക്കാൻ സാധ്യമല്ല. മനുഷ്യൻ നേടിക്കൊടുക്കേണ്ടത് അത് മാത്രമാണ്. വേദാന്തോ ആധ്യാത്മികോ ദൈവം ഭൂതം പൂജ്യം പടങ്കാരമല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. സുഖമായി ആരോഗ്യകരമായി ജീവിക്കാനുള്ള മാർഗമാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് കൃഷ്ണനും നബിയും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നത്. യോഗ ഇന്ന് വളരെ വലിയൊരു ബിസിനസ്സാണ്. പക്ഷെ അതേസമയം മണിയേട്ടൻ ഇവിടെ ഞങ്ങൾ അറിയുന്നത് കഴിഞ്ഞ 50ഓളം വർഷങ്ങളായിട്ട് ചെയ്യുന്നത് തികച്ചും സൗജന്യമായിട്ടാണ്. എന്താണ് ഇതിന് പിന്നിൽ? യോഗ ഒരു ആധ്യാത്മിക ശാസ്ത്രമാണ്. ആധ്യാത്മികം പണത്തിൻ്റെ പുറകെ വിട്ടുപോകരുത് എന്നൊരു തത്വമുണ്ട്. യാതൊരു വ്യക്തി പണത്തിൻ്റെ പുറകെ ഈ ആധ്യാത്മികം വിൽക്കുന്നുണ്ടോ,
പണത്തിന് വേണ്ടി പോകുന്നുണ്ടോ അവനിൽ കലി ബാധിച്ചിരിക്കണു എന്നാണ് മഹാഭാരതത്തിൽ കലിയുഗ വർണ്ണനയിൽ പറയുന്നത്. ഇത് അറിഞ്ഞുകൊണ്ട് നമ്മൾ കലിയിൽ പോയി വേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ചോദിക്കും, നിങ്ങളിപ്പോൾ മണിയേട്ടൻ എങ്ങനെ ഇതൊക്കെ പൈസ വേണ്ടെങ്കിൽ ചിലവൊക്കെ വേണ്ട ചോദിക്കും. എനിക്ക് തരുമല്ലോ, ചോദിക്കുന്നില്ല. അവർ മണിയേട്ടന് പല സമയത്ത് എനിക്ക് തരുന്നു, അത് ഞാൻ ചെയ്യുന്നു, സ്വീകരിക്കുന്നു. പണം ഇതിന്റെ പുറകെ വരണം. യോഗയുടെ പുറകെ പണം വരും, പണത്തിന്റെ പുറകെ യോഗ ഓട്ടുന്നത് ശരിയാവില്ല. ഭാഗവതവും ഭഗവത്ഗീതയും പഠിച്ചവര് ദൈവം ദൈവം എന്ന് പറഞ്ഞാണ് പോകുന്നത്. പക്ഷെ ഇപ്പോഴത്തെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അതിന്നും മാറി ദൈവമല്ല മനുഷ്യൻ എന്ന രീതിയിലാണ് മണിയേട്ടൻ പറയുന്നത്. തീർച്ചയായിട്ടും എന്താണ് ഇങ്ങനെ ചിന്തിക്കാൻ കാരണം? തീർച്ചയായിട്ടും അന്ധവിശ്വാസത്തിലേക്കാണ് ഈ ഭഗവത്ഗീതയും കൊണ്ട് ആൾക്കാർ പോകുന്നത്. അതെന്ന് മണിയേട്ടൻ മാറുന്നത് എങ്ങനെയാണ്? നല്ല ചോദ്യമാണ് മോനെ. ഞാൻ ഗുരുവായൂർ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചുകൊണ്ട് പോയിരുന്നപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞു, ഞാൻ തികഞ്ഞ ഒരു ഗുരുവായൂരപ്പ ഭക്തനാണ്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ശിവകാശിക്കാരന്റെ ഫോട്ടോയിലോ മനുഷ്യൻ നിർമ്മിതമായ ചിലയിലോ അല്ല ഞാൻ ഗുരുവായൂരപ്പനെ കാണുന്നത്. ഗുരു പറഞ്ഞാൽ മനസ്സാണ്, വായു പറഞ്ഞാൽ പ്രാണനാണ്. നല്ല മനസ്സും നല്ല പ്രാണശക്തി ഉണ്ടെങ്കിൽ സൃഷ്ടിക്കാൻ സാധിക്കും. അതാണ് അപ്പൻ. അപ്പൊ ഗുരുവായൂരപ്പൻ പറഞ്ഞാൽ സകല പ്രാണികളിലും പ്രാണനായി നിവസിക്കുന്നു അർജുന എന്ന് വിഭൂതിയിൽ പറയുന്നുണ്ട് ഭഗവാൻ. അപ്പൊ പ്രാണനാണ് ഇപ്പോൾ ഭഗവാൻ എല്ലാ വീരങ്ങളിലും ഇരിക്കുന്നത്. എല്ലാ ശരീരത്തിലും പൂച്ചി പുഴു എല്ലാത്തിനും നിൽക്കുന്നത് പ്രാണനായിട്ടാണ്. ആ പ്രാണൻ പോയി നമ്മുടെ പേരെന്താ? ശവം. ആ പ്രാണനാണ് ഇപ്പൊ നമ്മുടെ ഈശ്വരൻ. ആ പ്രാണനായിരിക്കുന്ന ഗുരുവായൂരപ്പൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ കംസനും ജരാസന്ധനും ശിശുപാലനും ഉണ്ട്. ഓരോ വ്യക്തിയിലും ഉണ്ട് ഇത്. കംസൻ പറഞ്ഞാൽ നമുക്ക് വരുന്ന കാമപ്രാന്ത്, ജരാസന്ധൻ പറഞ്ഞാൽ അഹങ്കാരം, ശിശുപാലൻ പറഞ്ഞാൽ എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ ബാങ്ക് ബാലൻസ്, എനിക്ക് വേറൊന്നും അറിയണ്ട എന്ന് ആര് ചിന്തിക്കുന്നുണ്ടോ അവൻ ശിശുപാലനാണ്. ഈ മൂന്ന് കഥാപാത്രങ്ങൾക്കാണ് കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ മനുഷ്യൻ ആഹാരം കൊടുക്കുന്നത്. കുട്ടികൃഷ്ണന് ആഹാരം കൊടുക്കുന്നതേയില്ല. മണിയാട്ടൻ അങ്ങനെയുള്ള കാലത്ത് ഇളനീരോ ചെറുനാരങ്ങ വെള്ളവും കൊടുക്കുന്നു, ഉച്ചയ്ക്ക് ഇത്തിരി പച്ചരിച്ചോറിന്റെ കൃഷ്ണേട്ടന് കൊടുക്കും, വൈകുന്നേരം ഇത്തിരി പഴം കൊടുക്കുന്ന കൃഷ്ണേട്ടൻ, ഉച്ചയ്ക്ക് ഇത്തിരി കംസനും ജരാസനും തിരിച്ച് കൊടുക്കും. എന്താ പറയുക, ഇത്തിരി സംസാരിക്കണമല്ലോ, ഇത്തിരി ശക്തിയൊക്കെ വരണ്ടേ. അപ്പൊ ഇത്തിരി ജരാന്തരം ഞാൻ ഭൂരിപക്ഷം ആഹാരം കൃഷ്ണേട്ടനാണ് കൊടുക്കുന്നത്. അപ്പൊ കൃഷ്ണേട്ടൻ എന്നെ സന്തോഷം സ്നേഹിക്കുന്നു. ഭക്തന്മാരെന്താ ചെയ്യണേ? കാലത്തൊരു ചായ, ഇഡ്ഡലി പലഹാരങ്ങൾ, 11 മണിക്കൊരു വട ചായ, പിന്നെ ഉച്ചക്കൊരു പുടങ്ങര, ഒരു ചോറ്, സാമ്പാർ, പായസം, പപ്പടം, പിന്നെ 4 മണിക്കൊരു. എന്റെ അപ്പോ ഒരു 7 നേരം തിന്ന് ഗുരുവായൂരപ്പൻ ഉള്ളിക്കിടന്ന് പെടയാണ്. ഇയാൾക്ക് ആഹാരം കൊടുക്കുന്നില്ല. ആഹാരം മുഴുവൻ കംസനും ജരാസനല്ലേ കൊടുക്കുന്നത്. ഇവരിന്റെ അടി കൊണ്ട് കൃഷ്ണേട്ടന് ഒരു ദിവസം പൊടുക്കനെ പോകും, മഹാപാവിയാണ് കുതിരമീൻ. അതിന്റെ പേരാണ് സഡൻ അറ്റാക്ക്. ഇപ്പൊ കേരള ജനങ്ങളെ അറ്റാക്ക് എന്ന് പറയുന്ന രഹസ്യം മത്സ്യം, മാംസം, കള്ളും ചാറായൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കൃഷ്ണൻ ഇഷ്ടമില്ലാത്ത ആഹാരങ്ങൾ കൊടുത്ത് കംസനും ജരാസന്ധനും ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കൊഴുപ്പ് കൂടിയാൽ അവർ അടിച്ച് പുറത്താക്കുന്നതിന് പേരാണ് അറ്റാക്ക്. ദൈവത്തെക്കുറിച്ച് വളരെയധികം വിപ്ലവാത്മകമായി തന്നെയാണ് മണിയേട്ടൻ ഇപ്പൊ സംസാരിച്ചത്. ആരാണ് ഈ പാത മണിയേട്ടന് വെട്ടിത്തുറന്നു തന്നത്? സ്വാമി ശിവാനന്ദ പരമഹംസർ വടകര. പ്രാണനാണ് ഈശ്വരൻ എന്നുള്ളത് ശിവാനന്ദ പരമഹംസർ വെളിപ്പെടുത്തി. പ്രാണനാണ് സർവവും, പ്രാണനാണ് ഈ പ്രപഞ്ച സൃഷ്ടി മുഴുവനും. പ്രാണൻ പോയാൽ നമുക്ക് എല്ലാവരുടെ പേരും ശവമാണ്. അപ്പൊ പ്രാണനവിടെ അള്ളാവായും ആത്മാവായും ദൈവമായും ഇരിക്കണം എന്ന് സ്വാമി ശിവാനന്ദൻ വെളിപ്പെടുത്തിയതിനു ശേഷം ഞാൻ പിന്നെ വേറെ റൂട്ടിലേക്ക് തിരിഞ്ഞതേയില്ല. മോനെ, എന്റെ പ്രാണനെ ഞാൻ സ്നേഹിക്കുന്നു. മോന്റെ പ്രാണനെയും ദ്രോഹിക്കുന്നത് കണ്ടാൽ ഞാൻ നിങ്ങളെ ചീത്ത പറയും. നിങ്ങളെ സീട്ട് പിടിക്കുന്നത് ഞാൻ ചീത്ത പറയും, കള്ളു കുടിക്കുന്നവരെ ചീത്ത പറയും. അയ്യോ, എന്റെ ഭഗവാനെ ഉപദ്രവിക്കരുതേ. എന്റെ ആള് തന്നെയാണ് അവിടെയും. ഞാനൊരു ആള്, നീ ഒരാളുടെ മോനെ. നീ ഒരു ദൈവം, ഞാൻ ഒരു ദൈവമാണ്. ഒരാൾ ഞാൻ മാത്രം ദൈവം, നീ എന്റെ കാല് പിടിക്കുന്ന പറഞ്ഞാൽ അടിമത്തം, മഹാപാവമാണത്. നമ്മളെല്ലാവരും ഈശ്വരാംശങ്ങളാണ്, ആത്മസഹോദരങ്ങൾ. അങ്ങനെയല്ലാതെ നീ സ്വാമി, ഞാൻ ശിഷ്യൻ, കാല് പിടിക്കുക, അതൊക്കെ ഞാൻ ചെയ്യിപ്പിക്കില്ല മോനെ. ഇവിടെ കാല് പിടിക്കുമ്പോൾ അവർ അടിക്കും. സന്തോഷം തോന്നും. നമ്മുടെ ശരീരം ക്ഷേത്രം തന്നെയല്ലേ? ഭഗവത്ഗീതയിൽ 13-ാം അധ്യായത്തിൽ പറയും, ക്ഷേത്ര ക്ഷേത്രനി വ്യാപനം ഗീതാ പ്രവാചകനും സ്വാമിമാരൊക്കെ സ്വാമിയെ മുട്ടയിട്ടിട്ടായിരിക്കുന്നത്. പിന്നെ പിൽസും കഴിക്കുന്നുണ്ട്, ഷുഗർ കൊണ്ടുവച്ചാൽ ശരീരം ക്ഷേത്രമായിട്ട് അംഗീകരിച്ചവരാണോ? ആണോ? 12 വയസ്സ് മുതൽ യോഗയുടെ വഴിയിൽ നടന്ന വ്യക്തിയാണ് മണിയേട്ടൻ. മണിയേട്ടനെ പക്ഷെ തിരിച്ചറിയാൻ നിത്യചൈതന്യയതി വേണ്ടി വന്നു. എങ്ങനെയാണ് മണിയേട്ടനെ നിത്യചൈതന്യയതി തിരിച്ചറിയുന്നതും അതിലൂടെ ഈ നാട് തിരിച്ചറിയുന്നതും? ഞാനിവിടെ കുറച്ച് കുട്ടികൾക്ക് പ്രാണായാമം പഠിപ്പിച്ചിട്ടായിരുന്നു. പ്രാണായാമം, ആധ്യാത്മിക പ്രാണായാമം പഠിപ്പിക്കാറുണ്ട്, പ്രാക്ടീസ് ചെയ്യിപ്പിക്കാറുണ്ട്.
നമ്മുടെ അവിടെ നിന്നുള്ള കുറച്ച് പഠിച്ചിട്ടുള്ള വിവരമുള്ള സമ്പന്ന കുടുംബത്തിൽപ്പെട്ട കുറച്ച് ചെറുപ്പക്കാർ ബേൺ ഹില്ലിൽ പോയി, ഊട്ടിയിൽ. അപ്പോൾ ഗുരു ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, പ്രാണപീഡനം ചെയ്തുകൊണ്ട് ഭാരതത്തിൽ ഒരുപാട് സന്യാസിമാർ ജനങ്ങളെ ദ്രോഹിക്കുന്നുണ്ടെന്നുള്ള പുസ്തകത്തിൽ കണ്ടു. അപ്പോൾ മണിയേട്ടൻ ഞങ്ങൾക്ക് പഠിപ്പിച്ച പ്രാണായാമം പീഡനമാണോ യഥാർത്ഥ പ്രാണായാമമാണോ അവർക്ക് സംശയമായി. കാരണം അവരോട് ഞാൻ പഠിച്ചിട്ടില്ലല്ലോ. അപ്പം മണിയേട്ടൻ പഠിപ്പിക്കുന്നത് തെറ്റാണോ എന്നവർക്ക് അറിയില്ല. അവർ ചോദിക്കും, നല്ല കറക്റ്റാണ്, അങ്ങനെ ചോദിക്കണം. അപ്പോൾ സ്വാമിയോട് ചോദിച്ചപ്പോൾ അങ്ങോട്ട് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടികളതിൻ്റെ രീതി പറഞ്ഞു കൊടുത്തു. എൻ്റെ ലൈഫിനെ കുറിച്ച് ചോദിക്കാൻ പറഞ്ഞു, ഇയാൾ ആരാണ് എങ്ങനെയാണ് ചോദിച്ചു. അപ്പോൾ ഷുഗർ ഫാക്ടറി ജോലിയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൃഷിയുണ്ട്, ജോലിയൊക്കെ ആശ്രമമുണ്ട്, അങ്ങോട്ട് ആശ്രമമുണ്ട്, നാടകത്തിന് പോവും, കല്യാണത്തിന് പോവും, മരിച്ചാൽ ശവം എടുക്കാൻ പോവും, എല്ലാ രംഗത്തും പോവും. പക്ഷേ വൈകുന്നേരമായ മൂപ്പര് തനിയെ ആശ്രമത്തിലിരിക്കുന്ന കാണാൻ കഞ്ഞി വെച്ച് കുടിച്ചിട്ട് ഞായറാഴ്ച തോറും പെടാതെ യോഗാസനം പഠിപ്പിക്കുന്നത് കേട്ടപ്പോഴേ എൻ്റെ പിക്ചർ ആവശ്യപ്പെട്ടു. എൻ്റെ പിക്ചറിനെ അയാൾ കണ്ടുകൊണ്ട് സംയമനം ചെയ്തു എന്നാണ് പറയണത്. അയാൾക്കൊരു ദർശനം കിട്ടിയെന്നാണ് പറയണത്. ഞാൻ മണിയേട്ടൻ ചുടുകാട്ടിൽ കാക്കപ്പുഷട്ടതായിട്ട് വന്ന് കിടക്കണോ എന്ന്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അന്ന് തന്നെ ഫോൺ ചെയ്ത് അറിയിച്ച് മൂപ്പര് എരുമൂർ സുകുമാരനെ വിളിച്ചു വരുത്തി കാറ് കൊണ്ടുവന്ന് 2 മണിക്ക് അവിടെ കൊണ്ടുവരുന്നു. ഞാൻ കണ്ണുനീർ ഒഴിച്ചുപോയി. കാരണം ഒരു വലിയ മഹാൻ എന്നെ കാണാൻ വരികയാണല്ലോ, ഞാൻ ആര്, അയാൾ ആര്. എന്നിട്ട് ഞാൻ താഴ്ത്തിരിക്കാൻ പോയപ്പോൾ എൻ്റെ മോൻ എൻ്റെ അടുത്തിരിക്കണം, ഒപ്പിരിക്കണം പറഞ്ഞാൽ എന്നെ കശേരി ഇരുത്തിയിട്ടുണ്ട്. ഇവിടെ ഫോട്ടോ ഉണ്ട്. അത് പ്രാണായാമത്തിന് വേണ്ടി റൂമിൽ കൂട്ടിയിട്ട് പോകും. ശരിയാണെന്ന് അറിയണ്ടേ. ഒരു 10-20 ആൾ ചേർന്നിട്ട് സ്വാമി ഒരു മൂലയ്ക്ക് ഇരുത്തി ചെയറിൽ, ഞാൻ സെൻറ്ററിൽ നിന്നിട്ട് അങ്ങനെ ചെയ്തു, ഫുട്ടായിട്ട് വായിച്ചു. സ്വാമി അങ്ങനെ ആനന്ദിച്ചു പോയി. ആ നാദത്തിൽ 1 മണിക്കൂർ ആനന്ദിച്ചു കഴിഞ്ഞ ഉടനെ അപ്പം പറഞ്ഞു, മക്കളെ ഇത് പ്രാണപീഡനമല്ല, ഇത് അഖണ്ഡ പ്രാണനാണ്. മണിയേട്ടൻ തല്ലും കടിക്കും ചീത്ത പറയും ഒക്കെ ചെയ്യും മക്കളെ, നിങ്ങളെ ആരും അടിപ്പിക്കില്ല, പക്ഷെ നിങ്ങളാരും മണിയേട്ടൻ്റെ പെട്ടണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞ ഉടനെ വിളി വന്നിട്ട് മണിയേട്ടനെ കുറിച്ച് വേറെയും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഒരുപാട് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ മൂത്രം ഒഴിക്കണം പറഞ്ഞപ്പോൾ ഓപ്പനാണ് പറഞ്ഞു. അപ്പോൾ ഓപ്പന ഇപ്പോൾ കക്കൂസൊന്നുമില്ലേ, ഇവിടെ പുഴയുണ്ടല്ലോ സ്വാമി പെരുന്നിനെ കക്കൂസ് എന്ന് പറഞ്ഞു. എടോ എനിക്ക് വയസ്സാവില്ലേ മണി, ഇതാ ചെതലൊക്കെ പിടിച്ച് കിടക്കണമെങ്കിൽ ആശ്രമം. എന്നിട്ട് ഇരുമ്പോൾ സുകുമാരനെയൊക്കെ വിളിച്ചു, വിജയിത്തിനെയൊക്കെ വിളിച്ചു. എടോ നിങ്ങളൊക്കെ വലിയ പൈസക്കാർ, നിങ്ങൾക്കൊക്കെ യോഗാസനം പിടിച്ചു, മദ്യപാനം മാറ്റി എല്ലാം മിടുക്കന്മാരാക്കി വീട്ടിലെ മണിയേട്ടൻ, നിങ്ങളെല്ലാവരും ചേർന്നതൊന്ന് മാറ്റിക്കൊടുത്തൂടെ പറഞ്ഞു. അപ്പം മണിയേട്ടൻ ഇങ്ങനെ ആരുടെയും പൈസ ഇവിടെ സ്വീകരിക്കാറില്ല, അത് കാരണം ഞാൻ മണിയേട്ടൻ ചീത്ത പറഞ്ഞിട്ടാണ് പറഞ്ഞു സ്വാമി പറഞ്ഞു. പിന്നെ സ്വാമി എന്നെ വിളിച്ചു പറഞ്ഞു, മണി നീ ചെയ്ത പുണ്യമൊക്കെ നാട്ടുകാരുടെ മക്കൾക്ക് നീ കൊടുക്കുന്നു, നാട്ടുകാർ വല്ലതും ചെയ്യാൻ വരുമ്പോൾ നീ തടുക്കേണ്ട കേട്ടോ പറഞ്ഞു. അങ്ങനെ ഞാൻ തടുത്തില്ല. ആ തടുക്കാതായതുകൊണ്ടാണ് ഈ സ്ഥാപനമൊക്കെ ഉണ്ടായത്. ഇപ്പോഴും അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മണിയേട്ടനിപ്പോ എത്ര ശിഷ്യന്മാരുണ്ട് കേരളത്തിലും ഇന്ത്യക്കും പുറത്തോട്ട്? എനിക്ക് എണ്ണം പറയുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ട് വന്നു. ഞാനങ്ങനെ ലിസ്റ്റ് എടുത്ത് വയ്ക്കുന്നവരല്ലോ. ഒത്തിരി കുട്ടികൾ, എനിക്കെന്നെ ഓർമ്മയില്ലാത്ത ഒരുപാട് പല ആളുകൾ ഇപ്പോഴും ഉണ്ട്, എന്നെ ഓർക്കുന്നവരുണ്ട്. ജർമ്മനിയിൽ ഫ്രാങ്കോ, എനിക്ക് മറക്കാൻ പറ്റില്ല ഒരു കുട്ടൻ, സൈമൺ പറഞ്ഞിട്ട് സുഡാനിലെ ഒരു മനുഷ്യനെ എനിക്ക് മറക്കാൻ പറ്റില്ല. അതുമാതിരി തന്നെ ജാപ്പാനിലൊരു പയ്യൻ വന്നു. പിന്നെയും ഇന്ത്യയിൽ എവിടെ നോക്കിയാലും എൻ്റെ സെൻ്ററുകളുണ്ട്. മധുരയിലൊരു സെൻ്ററുണ്ട്. ഇല്ല, പ്രാണായാമത്തിലൂടെയാണ് നിത്യചൈതന്യതി മണിയേട്ടനെ തിരിച്ചറിയുന്നത്. എന്താണ് പ്രാണായാമം? പ്രാണായാമം 2 തരത്തിൽ പറയണം. ഭൗതിക പ്രാണായാമം, ആധ്യാത്മിക പ്രാണായാമമാണ്. ഭൗതിക പ്രാണായാമം എന്നുള്ളത് ബാഹ്യമായിട്ടുള്ള ഓക്സിജൻ, അതായത് പ്രാണനെ ധാരാളം ഓക്സിജൻ എടുക്കാനുള്ള, പിന്നെ ശീതളി, സിൽക്കാരി, അങ്ങനെ ബ്രഹ്മരി പറഞ്ഞ ചില പ്രാണായാമങ്ങൾ ഇവിടെ പഠിപ്പിക്കും. അത് ഭൗതികമാണ്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിയിൽ ഒരു മാറ്റം വരും. എനിക്കതറിയും, മനസ്സിന് ശരീരത്തിനൊക്കെ മാറ്റം വരുമ്പോൾ ഞാൻ തന്നെ അവരുടെ അടുത്ത് കുട്ടികളെ വിളിച്ചു പറയും, അവർക്ക് ഉപദേശം കൊടുത്തോളം പറയും. അതൊരു ആധ്യാത്മിക രഹസ്യമാണ്. ഉദരവിധാനം ശ്വാസക്രിയ എന്ന് പറയും, സിദ്ധവിദ്യ എന്ന് പറയും. അത് രഹസ്യമായി തന്നെ കൊടുക്കണം. ആ വിദ്യ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ഒറിജിനലായി, പിന്നെ ആത്മസഹോദരനായവൻ, ഗുരു ശിഷ്യ ബന്ധം പോയി. അപ്പോൾ ആ പ്രാണായാമം രഹസ്യമാണ്, പരസ്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല. എനിക്ക് നല്ല വിശ്വാസം വരണം. ഒറിജിനൽ പ്രാണായാമം പറ്റിക്കഴിഞ്ഞാൽ ആ പ്രാണൻ എന്നുള്ള കുതിര നിന്റെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടുപോയി എന്നെ എത്തിച്ച മാതിരി. ഓരോ വ്യക്തിയും ഓരോ ദിവസവും തുടങ്ങേണ്ടത് എങ്ങനെയായിരിക്കണം? ആദ്യം എണീറ്റാൽ അവൻ സൂര്യനെ കാണണം, നഗ്നപാദം തൊട്ട് സൂര്യനെ നമസ്കരിക്കണം, ഭൂമിയെ തൊടണം, കുളിക്കുമ്പോൾ വെള്ളത്തിനെ തൊട്ട് നമസ്കരിക്കണം. പഞ്ചഭൂതങ്ങളെ നമസ്കരിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. ഈ ശുഭദിനത്തിൽ അലസമായി ജീവിക്കുന്നവർക്ക് വഴികാട്ടിയായി, ശുദ്ധമായ ജീവിതം നയിക്കുന്നവർക്ക് ആത്മവിശ്വാസം പകരുന്ന രീതിയിലും സംസാരിക്കുകയും ജീവിച്ചു കാണിക്കുകയും ചെയ്യുന്ന മണിയേട്ടൻ ഇത്രയും നേരം ACVക്ക് വേണ്ടി സംസാരിച്ചതിൽ നന്ദി പറയുന്നു. നമസ്കാരം.